നമസ്കാരം. മെയ് 28 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സ്ത്രീകളെ എംപവർ ചെയ്യുക, അവരെ അവരുടെ ഹെൽത്തിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരു ഹെൽത്ത് ടോക്ക് സംഘടിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് GG ഹോസ്പിറ്റൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ അനിത എസ് പിള്ളെ, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, GG ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. മാഡം, നമുക്ക് ഇപ്പം എല്ലാവരും നമ്മളോട് തന്നെ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പണ്ടൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ഒരു 13 വയസ്സ് 14 വയസ്സിലൊക്കെയാണ് പീരിയഡ്സ് ആവുന്നത്. എന്നാൽ ഇപ്പം 8 വയസ്സ് 9 വയസ്സാവുമ്പോഴൊക്കെ തന്നെ ഈ ഒരു മെനാർക്കി അറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മാഡം ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് അറിയാം, പണ്ട് തൊട്ടേ പറയുന്നത് 9 വയസ്സിന് മുമ്പ് ആർത്തവമാകുകയാണെങ്കിൽ അത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയും. അപ്പം നേരത്തെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ 11 വയസ്സ് അല്ലെ 12 വയസ്സ് 13 വയസ്സിലായിരുന്നു കൂടുതലും ആർത്തവം തുടങ്ങിയിരുന്നത്. മെനാർക്കി എന്നാണ് നമ്മളത് മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത്. ഈ മെനാർക്കി ഏർലി മെനാർക്കി ആകാനായിട്ട് മാറുന്ന ജീവിതശൈലി തന്നെയാണ് കാരണം. അതായത് കൂടുതലും നമ്മുടെ ആരോഗ്യ രീതികൾ മാറിപ്പോയി. പണ്ടത്തെ രീതിയിലാണെങ്കിൽ ഹെൽത്തി ഫുഡുകൾ കഴിക്കുക, ഓടിച്ചാടി നടക്കുക. ഇപ്പോൾ കൂടുതലും കൊച്ചു കുട്ടികൾ തൊട്ട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇപ്പം മൊബൈൽ മാധ്യമങ്ങളുടെ പ്രസരിപ്പ് കാരണം കൂടുതലും ആൾക്കാർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിപ്പോയി. ഇപ്പം കൂടുതലും ജോലിക്ക് പോകുന്ന അമ്മമാരാണ്. പണ്ടൊക്കെ ജോലിക്ക് പോകാത്ത അമ്മമാരായിരുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകണം, ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടരുത്. അപ്പം അമ്മമാർക്ക് ജോലിക്ക് പോകേണ്ടപ്പോൾ രാവിലെ തൊട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടായിരിക്കും അമ്മമാർ ജോലി ചെയ്യുന്നത്. പിന്നെ കോവിഡ് വന്ന കാലഘട്ടം മുതൽ ഇരുന്നുള്ള ഈ പറഞ്ഞ സ്കൂളിലെ പഠനം പോലും ഓൺലൈൻ രീതിയിലായി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി കാണും. അപ്പം കൂടുതലും നമ്മുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് കൂടാൻ തുടങ്ങി. പണ്ടത്തെ കാലഘട്ടത്തിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 30 കിലോ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 10 വയസ്സിൽ തന്നെ 40 കിലോയ്ക്ക് മേളിൽ ഒപ്പിൽ ഒരുപാട് കുട്ടികൾ വരാറുണ്ട് അമിതവണ്ണമായിട്ട്. അപ്പോൾ ബോഡി നമുക്കൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ആ ഏജിൽ പാടുള്ളൂ. നമ്മൾ മെനാർക്കി ആകാനായിട്ട് 22% ഫാറ്റാണ് ബോഡിയിൽ വേണ്ടത്. ഫാറ്റ് ടു മസിൽ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂടുതലും മസിലും ഫാറ്റ് കുറവായിരിക്കണം ബോഡിയിൽ വേണ്ടത്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫാറ്റ് ടു മസിൽ റേഷ്യോ ഫാറ്റ് കൂടുകയാണ്. അപ്പോൾ ഫാറ്റ് കൂടിയിട്ട് ഈ ലെപ്റ്റിൻ ജീനിൻ്റെയൊക്കെ മ്യൂട്ടേഷൻ ചിലപ്പം അമിതവണ്ണം വരുമ്പം വരും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ച് ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നു, അതനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല. അപ്പം ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ്, ആ ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്ന ആക്സിസുകളിൽ കുറച്ച് വ്യത്യാസം വന്നിട്ട് അത് കാരണമാണ് ഈ ഹോർമോൺ വേരിയേഷനിൽ ഏർലി മെനാർക്കി വരുന്നത്. ഇപ്പോൾ ഈ മെനാർക്കി വരുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ആണ്. അപ്പോൾ പലപ്പോഴും അമിതവണ്ണം ഉള്ളപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും അമ്മമാരും ശ്രദ്ധിക്കത്തില്ല. ബോഡി മാസ് ഇൻഡെക്സ് കൂടിയിരിക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് പാർട്സിലും ആക്സിലും ഒക്കെ ഹെയർ ഗ്രോത്ത്, പിന്നെയാണ് നമ്മുടെ മെൻസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ കൂടുതലും ഏർലി മെനാർക്കി നമ്മൾ കാണുന്നത് മാറിയ ജീവിതശൈലികൾ കാരണമാണ്. അപ്പം ശരിക്കും നമ്മൾ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് ചെറുപ്പത്തിലേ നമ്മളത് ചെയ്യണം. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പാടില്ല. കാരണം സ്കൂളുകളിൽ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ് ഉണ്ടല്ലോ. നമുക്ക് എന്തിനാണ് ഈ ഡ്രിൽ ക്ലാസ്സുകളും യോഗയൊക്കെ സ്കൂളുകളിൽ എംഫസൈസ് ചെയ്യണം എന്ന് പറയുന്നത്? അപ്പോഴേ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ മാക്സിമം എന്താ പറയണ്ടേ എക്സർസൈസിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനാണ്. പണ്ട് ശരിയാണ്, ഓടിച്ചാടി മരം കയറിയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ ഇതെല്ലാം കുറവായിരുന്നു കാണും. പണ്ട് വിശാലമായ മുറ്റുള്ള വീടുകളിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഇപ്പം പലരും ഫ്ലാറ്റുകളിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോണും മൊബൈലുമായിട്ടുള്ള ആ ഒരു കൂടുതൽ യൂസേജ് തുടങ്ങി. പണ്ടതില്ലല്ലോ. ഇപ്പം ഇരുന്നുള്ള കാര്യങ്ങൾ കൂടാൻ തുടങ്ങി, നടന്നുള്ള കാര്യങ്ങൾ കുറയാൻ തുടങ്ങി. എങ്കിലും ഒരുപാട് ജിമ്മുകളുണ്ട്, പക്ഷെ കുട്ടികളൊന്നും ഇപ്പം അങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ സ്കൂളുകളിൽ കൂടുതലും എക്സർസൈസിനും യോഗയ്ക്കും പ്രാധാന്യം കൊടുക്കണം. യോഗ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ ഫിസിക്കൽ ട്രെയിനിങ്ങും. നമ്മുടെ ഇപ്പം ഈ നമ്മുടെയൊക്കെ ഏഷ്യൻ പോപ്പുലേഷനിൽ ഇന്ത്യയിലെ കേരളം എടുക്കുവാണെങ്കിൽ പാഠ്യ വിഷയങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊരു വിദേശ കൾച്ചർ എടുക്കുവാണെങ്കിൽ അവിടെ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് കാണിച്ചാൽ മാത്രമേ ഈവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പോലും സെലക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യണം. അതെ, ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഓങ്കോളജി സെക്ഷനിലാണെങ്കിൽ പോലും ഒരുപാട് മാലിഗ്നൻസിയുടെ കാരണം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. മാഡം പറഞ്ഞതുപോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒബിസിറ്റിയും അതുപോലെ നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊന്നും ഇപ്പോൾ സ്ത്രീകൾക്ക് ഇല്ലാത്ത കാര്യങ്ങളല്ല. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതെല്ലാം തന്നെ ഒരു ക്യാൻസറുടെ റിസ്ക് പോലും കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിത
ശൈലിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ, ഇതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട്? ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. എൻ്റെ ഒ പി തന്നെ ആഴ്ച ഒരിക്കൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് പോകുന്നുണ്ട് മിനിമം. അപ്പം ഗായത്രിയുടെ ഒരു ഒ പിയിൽ വരുന്നതിൽ എത്ര ശതമാനം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഗായത്രി നോട്ട് ചെയ്യുന്നുണ്ട്? അതെ, ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം, ഇപ്പം ഗ്ലോബലി തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാം ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഒ പിയിൽ വരുന്ന മെജോറിറ്റി പേഷ്യൻസും ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം മാഡം നമ്മളൊരു പുതിയ ടെൻഡൻസി കാണുന്നത് പല ആൾക്കാരും സ്ക്രീനിങ്ങിനായിട്ട് പോലും വരുന്നുണ്ട്. ഒരു 40 വയസ്സിന് ശേഷം നമുക്കിപ്പോൾ മാമോഗ്രാം വർഷാവർഷം ചെയ്യണം എന്നാണ് അമേരിക്കൻ ഗൈഡ് ലൈൻസ് പറയുന്നത്. അല്ലാതെ ഗൈഡ് ലൈൻസിൽ 50 വർഷത്തിന് ശേഷം 2 വർഷം കൂടുമ്പോൾ ചെയ്യുക എന്നുള്ളൊരു ഗൈഡ് ലൈൻസും ഉണ്ട്. അതിന് പോലും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചില ആൾക്കാരൊക്കെ നമുക്ക് കുറച്ച് അഡ്വാൻസ് സ്റ്റേജിൽ ചിലപ്പം കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അപ്പോൾ അതിന് ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെ നിരവധി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ള ഒരു മാലിഗ്നൻസിയാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം നമ്മൾ നമുക്കിപ്പം 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് അതൊരു ഭീതിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും 4th സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പി പോലും വേണ്ടി വരില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് പബ്ലിക്കിന് എത്തിയാലേ അവർ ട്രീറ്റ്മെന്റിന് വരുള്ളൂ. പലപ്പോഴും 4th സ്റ്റേജായി ഇനിയൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ ദാറ്റ് ഇറ്റ് ഇസ് ട്രീറ്റബിൾ, ഇറ്റ് ഇസ് കൺട്രോളബിൾ എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് 100% ക്യൂറബിൾ എന്നൊരു മെസ്സേജ് ഞങ്ങളുടെ ഈ ടോക്ക് വഴി എടുത്തില്ലെങ്കിലും നമ്മൾ ഏർലി ഡിറ്റക്ഷൻ കൊണ്ട് ലൈഫിൻ്റെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തെയും കുലുക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. അപ്പം ഏർലി ഡിറ്റക്ഷൻ എപ്പോഴും, ഇപ്പം WHO ഈ പ്രാവശ്യത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം തന്നെ വിമൻ ഇൻഇക്വാളിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യുക, വിമൻ വെൽബീങ് കൂട്ടുക, ഓവറോൾ വെൽബീങ് കൂട്ടുക, വിമൻ എംപവർമെൻറ്റ്. അപ്പോൾ ഓവറോൾ വെൽബീങ് കൂട്ടണമെങ്കിൽ എല്ലാം നമ്മൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ആൻഡ് ഹെൽത്ത് ഈസ് ദ ബെസ്റ്റ് വെൽത്ത് വൺ ക്യാൻ ഇൻവെസ്റ്റ്. അപ്പം ആ ഹെൽത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് നമ്മൾ ഡോക്ടേഴ്സിനെ ടൈമിന് കാണുക, ചെക്കപ്പുകൾ, ഈ സ്ക്രീനിങ് ചെക്കപ്സ് നമ്മൾ വളരെയധികം പോപ്പുലറൈസ് ചെയ്യണം. അല്ലേ, പലപ്പോഴും നമ്മൾ കാണുന്നത് മാഡം, ഇപ്പോൾ ഈ ബ്രസ്റ്റിൽ ഇപ്പോൾ ഒരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് ഇപ്പോൾ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടൊത്ത് പറയാനുള്ള മടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം മകനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് വരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഒരു തടിപ്പ് പുറമേ വിസിബിളായി വരുമ്പോഴോ ആയിരിക്കും അമ്മേ ഇതെന്താണ് എന്ന് ചോദിച്ചിട്ട് ചിലപ്പം കൊണ്ടുവരുന്നത്. പലപ്പോഴും നമുക്കറിയാം പെയിൻലെസ് ആയിട്ടാണ് ഈ ബ്രസ്റ്റ് ലംസ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ വരുന്ന സാഹചര്യത്തിൽ ഇതെന്താ വേദനയില്ലല്ലോ, ഇപ്പം ഞാൻ എന്തിനാ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് എന്നുള്ള ആ ഒരു അറിവ് അറിവില്ലായ്മ ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അവർ ആ സാരമില്ല, നിപ്പിൾ ഉൾവലിഞ്ഞു ഒരു പേഷ്യൻ്റ് ചോദിച്ചതാണ്, ഇനിയിപ്പോൾ കുട്ടികളൊന്നും ഇല്ലല്ലോ, പാല് കൊടുക്കാനില്ലല്ലോ, നിപ്പിൾ ഉൾവലിഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ രീതിയിൽ അത്രയും ലാഘവമായി എടുക്കുന്ന ഒരു പോപ്പുലേഷനും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ പെയിൻലെസ് ലംപ്, നിപ്പിൾ റിട്രാക്ഷൻ അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ്, ഇപ്പം കക്ഷത്തിൽ വരുന്ന മുഴകൾ, ഇതെല്ലാം തന്നെ നമ്മൾ അതിനെ ബ്രസ്റ്റ് ക്യാൻസറുടെ സിംറ്റംസ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടറുടെ അടുത്ത് വന്ന് കാണണം. പിന്നെ മാഡത്തിനിപ്പം മാഡത്തിൻ്റെ ഒ പിയിൽ വരുന്നത് പോലെ തന്നെ എല്ലാ മുഴകളും ക്യാൻസറും അല്ല. അപ്പം നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ മാഡത്തിൻ്റെ ഒ പിയിൽ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ടാവുമല്ലോ, എല്ലാ മുഴകളും ക്യാൻസർ അല്ലല്ലോ. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ മാഡം? ഇപ്പം എല്ലാ മുഴകളും ക്യാൻസർ അല്ല. ഇപ്പം നമുക്ക് ഫൈബ്രോ അഡിനോസിസ്, ഇതാണ് മെജോറിറ്റി ഓഫ് ഗ്രൂപ്പ്സും പ്രസൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. അതിൽ കൂടുതലായിട്ടും പെയിൻഫുൾ, അതായത് വേദനയുണ്ട്, മാസ്റ്റാൽജ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് സ്പർശിച്ചിട്ട് ചെറിയൊരു തടിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ വീട്ടിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പേടിച്ചിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവർക്ക് നമ്മൾ ജനറ്റിക് സ്ക്രീനിങ് മസ്റ്റായിട്ടും അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആൻറ്റിമാർക്കൊക്കെ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ജീനോമിക് സ്റ്റഡി ചെയ്യണം. BRCA മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ BRCA1 മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 40 വയസ്സൊക്കെ അടുപ്പിച്ച് പേഷ്യൻ്റ് വില്ലിംഗ് ആണെങ്കിൽ ഒരു പ്രൊഫൈലാക്റ്റിക് ബൈലാറ്ററൽ സാൽപിഞ്ചോഫ്രക്ടമി, ട്യൂബ് ഓവറി എടുക്കുന്നതിനെ പറ്റി നമ്മളൊരു നിർദ്ദേശം കൊടുക്കണം. അവരെ ബോധവാന്മാരാക്കുക. കാരണം ഓവറിയിൽ നിന്ന് വരുന്ന ഈസ്ട്രജൻ ആണല്ലോ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമായിട്ട്, ഈസ്ട്രജൻ്റെ പ്രസരിപ്പാണ് ബ്രസ്റ്റ് ക്യാൻസറിന് റീസൺ ആകുന്നത്. അതുപോലെ BRCA2 മ്യൂട്ടേഷൻ ആണെങ്കിൽ ഒരു 45 വയസ്സെങ്കിലും ആകുമ്പം പേഷ്യൻ്റ് വില്ലിംഗ് ആണെങ്കിൽ പ്രിവെൻറ്റീവായിട്ട് ട്യൂബും ഓവറിയും എടുക്കുക. അപ്പം അപ്പം അതിനകത്ത് മാഡം പറഞ്ഞതുപോലെ അങ്ങനെ എടുക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. ബിക്കോസ് ഈ BRCA എന്ന് പറയുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ക്യാൻസറും
അതുപോലെ ഓവറിയും മറ്റധികം പ്രോസ്റ്റേറ്റ്, കോളൻ എന്നെല്ലാം മാലിഗ്നൻസി വരാൻ സാധ്യതയുള്ള ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്. ഇപ്പോൾ ആഞ്ചലീന ജോളിയെ സംബന്ധിച്ചിടത്തോളം ആഞ്ചലീന ജോളിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു, പക്ഷേ BRCA മ്യൂട്ടേഷൻ. BRCA എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ബോഡിയിൽ കാണുന്ന ഒരു ജീനാണ്. പക്ഷെ അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുകയും ആ സാധ്യതയെ കുറയ്ക്കാനായിട്ട് ഈ സാൽപിഞ്ചോഫ്രെക്ടമിയും മാസ്റ്റെക്ടമിയും എല്ലാം തന്നെ ചെയ്യാനായിട്ട് നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ അത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുക. ഇപ്പൊ ക്യാൻസർ വന്ന് ട്രീറ്റ് ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആണ് ക്യാൻസർ വരാണ്ട് നോക്കുക. അപ്പം നമ്മൾ ഈ ഫോക്കസ് ഓൺ വെൽബീങ് ആണ് വിമൻസ് ഹെൽത്ത് ഡേയുടെ തീമെങ്കിൽ ആ വെൽബീങ്ങിനെ എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യിക്കാം, നമ്മൾ ആരോഗ്യ പരിപാലനത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതിലൊന്നാണ് സ്ക്രീനിങ്. ഡോക്ടർമാരെ മസ്റ്റായിട്ടും കാണുക. പ്രത്യേകിച്ച് നമ്മുടെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ OP-യിൽ വരുമ്പം സെർവിക്സിൻ്റെ സ്ക്രീനിങ്, പാപ്സ്മിയർ ടെസ്റ്റ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവിക്സിലെ കോശങ്ങളെ പറ്റി പഠിക്കുന്നതാണല്ലോ നമ്മുടെ പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പം ആ സ്മിയർ ടെസ്റ്റ് എടുക്കുകയും ഈ സ്മിയർ ടെസ്റ്റിൻ്റെ ഒരു ഫോളോ അപ്പ് കൊടുക്കുകയും അതിൽ ഇൻഫ്ലമേഷൻ കാണുമോ ഇൻഫ്ലമേഷൻ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഗ്രേഡ് ആയിട്ടുള്ള ചില ലീഷൻസ് കാണുവാണെങ്കിൽ അതിന് ക്ലോസ് ഫോളോ അപ്പ് വെക്കുക. അതൊരു ഓങ്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് തേടേണ്ട കണ്ടീഷൻ ആണെങ്കിൽ ടൈമായിട്ട് ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുക. അപ്പോൾ സ്ക്രീനിങ് വഴി നമ്മൾ ഒരുപാട് ലീഷൻസ് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പം ഓവറിയുടെ സ്ക്രീനിങ് ആണെങ്കിലും എൻഡോമെട്രിയത്തിൻ്റെ സ്ക്രീനിങ് ആണെങ്കിലും നമുക്ക് അൾട്രാസൗണ്ട് വഴിയായിരിക്കും കിട്ടുന്നത്. കാരണം പലപ്പോഴും ഒവേറിയൻ ലീഷൻസ്, ഓവറിയിൽ വരുന്ന വലിയ മുഴകൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ടായിരിക്കില്ല വരുന്നത്. പലപ്പോഴും നമുക്ക് വരുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ റെഫറൻസ് വഴിയായിരിക്കും. അവിടെ നിന്ന് ഒരു സ്കാനിങ്ങിന് പോകുന്നു, വലിയ മുഴ കണ്ടുപിടിച്ച് നമ്മുടെയൊക്കെ വരുന്നു. അപ്പം നമ്മൾ സിംറ്റംസ് ചോദിക്കുമ്പം ഏർലി സെറ്റായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേ നിറഞ്ഞെന്ന് തോന്നുക, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അമിതമായ ബുദ്ധിമുട്ട് പേഷ്യൻ്റ് പറയുക, എപ്പോഴും വയറ് വീർത്തിരിക്കുക, ഡിസ്റ്റൻഷൻ, ഒരു APD സിംറ്റംസ്, ആസിഡ് പെപ്റ്റിക് ഡിസീസിൻ്റെ സിംറ്റംസുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓവറി കണ്ടുപിടിക്കാനാണ്. ഓവറിയിലെ ലീഷൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. എൻഡോമെട്രി യൂഷ്വലി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് തിക്ക് എൻഡോമെട്രിയം, യൂട്രസിൻ്റെ ലൈനിങ്ങിന് കട്ടി കൂടുതലാണെങ്കിൽ നമ്മളൊരു സാമ്പിളിംഗ് ചെയ്ത് അതിനകത്ത് ലീഷൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് പോകാം. സെർവിക്സ് ആണെങ്കിൽ സ്മിയർ ടെസ്റ്റിൻ്റെ സ്ക്രീനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. മാഡം പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്കിപ്പോൾ സെർവിക്സിനെ നേരത്തെ പാപ്സ്മിയർ വഴി കണ്ടെത്താം, HPV ടെസ്റ്റിംഗ് നമുക്ക് അത് ചെയ്യാം. പക്ഷേ ഓവേറിയൻ ക്യാൻസർ സിംറ്റം റെക്കഗ്നിഷൻ തന്നെയാണ്. അപ്പോൾ അതിന് ശരിക്കും ഈ ബ്ലോട്ടിംഗ്, വയറ് വേർത്ത് കെട്ടുന്ന അവസ്ഥ, യൂറിനറി കംപ്ലയിൻസ്, അല്ലെങ്കിൽ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മതിയെന്ന് തോന്നുന്ന ഏർലി സൈറ്റൈറ്റിസ്, അടിവയർ വേദന, ഇത് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. ഒരു മാസത്തിൽ മിക്കവാറും ദിവസങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറിനെ കാണണം. എല്ലായിടത്തും സ്കാനിങ് ഉണ്ട്, നമുക്ക് സ്കാനിങ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞ് നമുക്കാണെങ്കിൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കിട്ടുന്നതുകൊണ്ട് പാൻഡോപ്രസോൾ ഗുളിക എല്ലായിടും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ആൾക്കാർ പാൻഡോപ്പ് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു വർഷമൊക്കെ ഈ മരുന്ന് കഴിച്ചിട്ടായിരിക്കും നമ്മളെ വന്ന് കാണുന്നത്. ശരിക്കും അൾട്രാസൗണ്ട് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പം എപ്പോഴും എന്ത് സിംറ്റം ഉണ്ടെങ്കിലും ഡോക്ടറെ സമയത്തിന് കാണുക. പിന്നെ ക്ലോസ് ഫോളോ അപ്പ്, അത് സ്ത്രീകളാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സമയം വിനിയോഗിക്കാൻ, ഞാൻ അടക്കമുള്ള സ്ത്രീകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ചെക്കപ്പ് വേണമെന്നോ അല്ലെങ്കിൽ കൃത്യമായ ഫോളോ പീരീഡിൽ പോയി സ്കാൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ വിട്ടുപോയി കഴിയുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ടൈമിന് ഡോക്ടറെ കാണുക, ഫോളോ അപ്പുകൾ നിർബന്ധിതമായും ഡോക്ടർ പറയുന്ന ആ കാലയളവിൽ തന്നെ ചെയ്തു പോവുക, സെൽഫ് നെഗ്ലക്റ്റിലേക്ക് പോകാതിരിക്കുക, സെൽഫ് ലവും സെൽഫ് കെയറും. അത് ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മെസ്സേജാണ്. പ്ലീസ് ലവ് യുവർ സെൽഫ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അതെ, ഉറപ്പായിട്ട്. ഓവേറിയൻ ക്യാൻസറിന് ഇപ്പോൾ സ്ക്രീനിങ് ഇല്ല, സിംറ്റം റെക്കഗ്നീഷൻ വളരെ 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 പ്രധാനമാണ്. പിന്നെ OP-യിൽ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം, ഈ CA-125 നോക്കിയിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പം എല്ലാവരുടെയും വിചാരം ക്യാൻസറിൻ്റെ ഒരു സ്പെസിഫിക് മാർക്കറാണ് CA-125. ഡെഫിനറ്റ്ലി അല്ല എന്നുള്ള. അപ്പോൾ ഈ ഒരു ഓവറിൽ ഒരു സിസ്റ്റ് കാണുന്നു, CA-125 പോയി നോക്കുന്നു, ഭയപ്പെട്ട് വരുന്നു. പലപ്പോഴും CA-125 എപ്പിത്തീലിയൽ ഓവേറിയൻ ട്യൂമേഴ്സിൻ്റെ മാർക്കർ ആണെങ്കിലും നമുക്ക് ഹൈ വാല്യൂസ് എൻഡോമെട്രിയോസിസ് എന്നൊരു കണ്ടീഷനിലും കാണാറുണ്ട്. അതെ, അപ്പോൾ എല്ലാം മാലിഗ്നൻസി അല്ല. നമ്മളിപ്പോൾ തന്നെ ക്യാൻസർ സ്ക്രീനിങ്ങിനകത്ത് ട്യൂമർ മാർക്കേഴ്സ് ശരിക്കും പറയുന്നതേ ഇല്ല. പക്ഷെ പല ആൾക്കാരും റുട്ടീനായിട്ട് ഇപ്പോൾ CA-125, CEA എന്നുള്ള ട്യൂമർ മാർക്കേഴ്സ് ചെയ്തു വരുന്നതായി വളരെ മാഡം പറഞ്ഞതുപോലെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ദുരുപയോഗപ്പെടുന്ന ഒരു മാർക്കറും കൂടെ എങ്കിൽ ചിലപ്പം പല ട്യൂമേഴ്സിലും അതിന് നോർമൽ റേഞ്ച് കണ്ടിട്ടുണ്ട്. അതെ, വളരെ കറക്റ്റാണ്. ചില ഓവറിൻ ട്യൂമേഴ്സിനൊക്കെ CA-125 നോർമൽ ആയിരിക്കും. അപ്പം അങ്ങനെ ദൂരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർ മ്യൂസിനസ് ട്യൂമർ പോലത്തെ ചില പ്രത്യേകതരം ട്യൂമേഴ്സ് ഉണ്ട്. CEA ആയിരിക്കും, അല്ലെങ്കിൽ CA-199 ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവർ CA-125 മാത്രം നോക്കുകയും ടൈമിന് ഡോക്ടറെ കാണാതിരിക്കുകയും അഡ്വാൻസ്ഡ് ലീഷനായിട്ട് വരികയും കാണാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ എംഫസൈസ് ചെയ്യുന്ന പോയിന്റ്, ടൈംലി വിസിറ്റ് യുവർ ഡോക്ടർ ആൻഡ് ക്ലോസ് ഫോളോ വിത്ത് ദ ഡോക്ടർ ഇഫ് ദ കണ്ടീഷൻ ഡിമാൻഡ്സ് ഇറ്റ്. അതെ,
അപ്പോൾ മാഡം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാപ്സ്മിയറിനെ പറ്റി ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മളിത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 21 ഇയേഴ്സിന് ശേഷം 3 വർഷം കൂടുമ്പോൾ നമ്മൾ പാപ്സ്മിയർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. HPV ടെസ്റ്റിങ്ങും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻസിലെല്ലാം HPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ പാപ്സ്മിയർ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ മാഡം പറഞ്ഞതുപോലെ ഈ സർവൈക്കൽ സെൽസിനെ നോക്കി അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കി റിപ്പോർട്ട് തരുന്നതാണ്. അതാണെങ്കിൽ വേറെ രീതിയിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ HPV എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് കൂടെ എംഫസൈസ് ചെയ്യാനുള്ളത്, HPV വാക്സിൻ്റെ കാര്യം. അത് ശരിക്കും ഈ സർവൈക്കൽ ക്യാൻസറിനെ നമുക്കിപ്പോൾ പ്രിവെൻറ്റബിൾ ക്യാൻസർ എന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ HPV എന്ന് പറയുന്നത് നമുക്ക് ലോ റിസ്ക് വെറൈറ്റിയും ഹൈ റിസ്ക് വെറൈറ്റിയും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹൈ റിസ്ക് വെറൈറ്റിയാണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഹൈ റിസ്ക് വെറൈറ്റിയാണ്. അത് ഇപ്പോൾ സർവൈക്കൽ ക്യാൻസർ, വെജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, ആണുങ്ങളിൽ പോലും ഓറോഫാരിഞ്ചൽ ക്യാൻസർ, പിനൈൽ ക്യാൻസർ, ഇത്തരത്തിലുള്ള പല ക്യാൻസേഴ്സും ഉണ്ടാകാം. ഈ HPV വാക്സിൻ ശരിക്കും ഒരു 9 to 26 ഇയേഴ്സ് വരെയാണ് റെക്കമെൻഡ് ആയിട്ടുള്ളത് ബോയ്സ് ആൻഡ് ഗേൾസിന്. ഗേൾസിനാണ് കൂടുതലായിട്ടും നമ്മുടെ റെക്കമെൻഡേഷൻസ് പറയുന്നത്. അത് 15 ഇയേഴ്സിന് മുൻപാണെങ്കിൽ 2 ഡോസ് മതി. അത് ഇന്ന് എടുക്കുവാണെങ്കിൽ അടുത്ത ഡോസ് 6ാമത്തെ മാസം. അല്ല 15 to 26 ഇയേഴ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ 3 ഡോസാണ്. ഇന്ന് എടുക്കുവാണെങ്കിൽ അടുത്തത് 2 മാസത്തിന് ശേഷം, പിന്നെ 4 മാസം. ഇപ്പോൾ 0 to 6. അപ്പോൾ ഇത് നമുക്ക് 26 ഇയേഴ്സ് വരെയാണ് സ്റ്റഡീസിലെല്ലാം ഏറ്റവും ഇഫക്റ്റീവായി കാണുന്നത്. പക്ഷേ 45 ഇയേഴ്സ് വരെ വേണമെങ്കിലും എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ പോയിന്റാണ്, നമ്മൾ സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗൈഡ്ലൈൻസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് HPV 6, 11, 16, 18, 31, 33 ഇങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം 16ഉം 18ഉമാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഫലപ്രദമാണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനേ പറ്റുന്നുള്ളൂ. ഇപ്പോൾ 9 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് വരുന്ന പെൺകുട്ടികളോട് നമ്മൾ അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കും. വാക്സിൻ ഉണ്ട്, ബൈവാലൻറ്റ് വാക്സിൻ ഉണ്ട്, കോഡ്രിവാലൻറ്റ് വാക്സിൻസ് ഉണ്ട്, നാനോവാലൻ്റ് ഉണ്ട്. ഗാർഡാസിൽ 9 എന്നുള്ളത് 9 തരം സീറോ ടൈപ്പുകളെ നമുക്ക് ഏകദേശം 90 to 95% പ്രൊട്ടക്ഷനും ഈ നാനോവാലന്റ് തരും. അതുപോലെ നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ക്വാഡ്രിവാലന്റ് വാക്സിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന്റെ കോസ്റ്റ് ഒരുപാട് കുറയാനുള്ള ശ്രമങ്ങളൊക്കെ എടുക്കും. ഒരുപാട് സെർവൈക്കൽ ക്യാൻസർ നമ്മൾ ഇത് കൊടുക്കുന്ന വഴി തടയപ്പെടാം. നമ്മൾ ശരിക്കും കൺസ്യൂമേഷൻ, ആദ്യത്തെ സെക്ഷൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാക്സിൻ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഏറ്റവും ഫലപ്രദം. എങ്കിലും OPയിൽ വരുന്ന പേഷ്യൻ്റ് കാറ്റഗറിയിൽ കൂടുതലും 20-30 വയസ്സുള്ളവരായിരിക്കും വാക്സിൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു വരുന്നത്. ആരെയും നമ്മൾ തടയാറില്ല. ലൈക്ക് വാക്സിനാൽ 100% പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് നമ്മളെ ബാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്ന വഴി അത് പ്രയോജനം കിട്ടും. ഈ പോയിന്റ് ഫോക്കസ് ചെയ്യും. കാരണം പിന്നൊരു കാലയളവിൽ അവർക്ക് അസുഖം വന്നാൽ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം വരാമല്ലോ. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാക്സിനെ പ്രൊമോട്ട് ചെയ്യാറ്. മാഡം, വേറൊരു നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ കീമോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓവേറിയൻ ഫങ്ഷൻസ് സപ്രസ്ഡ് ആവാം. ഓവേറിയൻ ഫങ്ഷൻ സപ്രസ്ഡ് ആയിട്ട് ചിലപ്പോൾ ഒരു പ്രിമച്യൂർ ഒരു മെനോപോസ്, അതായത് കീമോ ഇൻഡ്യൂസ്ഡ് മെനോപോസ് വരാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് മെനോപോസ് വന്നു കഴിയുമ്പോൾ പല സ്ത്രീകളും മെനോപോസ് റിലേറ്റഡ് സിംറ്റംസ്, ഇപ്പോൾ ഹോട്ട് ഫ്ലഷസ്, ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മെനോപോസിനെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്മൂത്ത് ആക്കാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഏജിങ്ങിനെ എപ്പോഴും ഗ്രേസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ആർത്തവം തുടങ്ങുന്നതിനെ നമ്മുടെ സമൂഹം ആഘോഷിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ആർത്തവ വിരാമത്തെ ആഘോഷിക്കണം, അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് ഏജിങ് നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പം കൈകാലുകൾക്ക് വേദന വരും. നമുക്ക് 30കളിലെ ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ അത്രയും ആക്റ്റീവ് എനർജി 40s തോന്നണം എന്നില്ല. 40s-നും 50s-നും ഇടയ്ക്കുള്ള എനർജി 50s-നും 60s-നും ഇടയ്ക്ക് തോന്നണമെന്നില്ല. അപ്പം നാച്ചുറൽ പ്രക്രിയ പറഞ്ഞ കണക്ക് ചിലർക്ക് സർജിക്കൽ മെനോപോസ് ഉണ്ട്, നാച്ചുറൽ മെനോപോസ് ഉണ്ട്. സർജിക്കൽ മെനോപോസ് എന്ന് പറയുമ്പോൾ ഓവറി എടുക്കുന്ന കാരണം വരുന്ന മെനോപോസ്, ഡോക്ടേഴ്സിനാൽ പേഷ്യൻസിനുണ്ടാകുന്ന മെനോപോസ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ശരീരത്തെ സിംറ്റംസ് വരില്ലെന്ന് പറയുന്നില്ല. വാസോമോട്ടോർ സിംറ്റംസ്, ചൂട് കയറുന്നത് പോലെ തോന്നും, ക്ഷീണം തോന്നും, പെട്ടെന്ന് കുഴയുന്നത് പോലെ തോന്നും. നമുക്ക് പഴയ ഒരു ചടുലത ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അത് ഏജിങ്ങിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുകയും നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് തന്നെ ആദ്യം എടുക്കാൻ നോക്കണം. ഇപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ്, വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റേഷൻ, ബോൺ സ്ട്രെങ്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, പിന്നെ നമുക്ക് നാച്ചുറൽ ഫൈറ്റോ ഈസ്ട്രജൻ കിട്ടുന്ന ഫുഡുകൾ കൂടുതൽ കഴിക്കുക. അപ്പോൾ അത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയില്ല. അപ്പം നമ്മുടെ നാടൻ സാധനങ്ങൾ, ചേന, കാച്ചിൽ, ചേമ്പ്, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ചോദിക്കും ഞങ്ങൾക്കത് കഴിക്കാമോ? അപ്പോൾ അന്നത്തെ ഒരു ദിവസം ആ കാർബോഹൈഡ്രേറ്റ് അവരെടുക്കുന്ന മാറ്റിയ ഫുഡ് ഒഴിവാക്കുക. ഇപ്പോൾ ചോറ് കഴിക്കുന്നവരാണ് അന്ന് ചോറ് കഴിക്കേണ്ട പകരം ആഴ്ചയിൽ 3 ദിവസം ഇത് കഴിക്കുവാണെങ്കിൽ ഈക്വൽ കാലറി അല്ലേ വരത്തുള്ളൂ. അപ്പം ഷുഗർ കൂടുന്നു എന്നൊരു കൺസേൺ വേണ്ട. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട്,
ആപ്പിള്, സോയ, ഇതൊക്കെ നാച്ചുറൽ ഈസ്ട്രജൻസ് ആണ്. അപ്പം ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കഴിയുന്നതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുകയും അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുകയും ചെയ്യും. ഇപ്പം HRT കൊടുക്കുമ്പം CA ബ്രസ്റ്റിൻ്റെ റിസ്ക് കൂടുമല്ലോ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് എടുക്കുമ്പം ഈ പല ക്യാൻസേഴ്സിൻ്റെ റിസ്ക് കൂടുന്നതായും ചില ക്യാൻസേഴ്സിന് പ്രൊട്ടക്ഷനായിട്ട്, ഇപ്പോൾ ഓവേറിയൻ ക്യാൻസറിന് പ്രൊട്ടക്ഷനായിട്ടും, ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മൾ ഹോർമോൺസ് കൊടുക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു റിസ്ക്, വളരെ ഒരു മിനിമൽ റിസ്ക് ഉണ്ട് ഇങ്ങനെ കൂടാനുള്ള ഒരു കാര്യമുണ്ട്. ഈ മാഡം പറഞ്ഞപ്പോൾ മെനോപോസിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴും നമുക്കിപ്പോൾ മെനോപോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെരിമെനോപോസൽ പീരീഡ് ഉണ്ട്. പെരിമെനോപോസൽ പീരീഡിൽ ഇടയ്ക്കിടയ്ക്ക് പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് വരാം. എന്നിട്ടായിരിക്കുമല്ലോ പീരിയഡ്സ് നിൽക്കുന്നത്. നിന്ന് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരുവാണെങ്കിൽ അത് വളരെ ഒരു സീരിയസ് സിംറ്റമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ ആണ്. ഇപ്പോൾ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൂൾ ഔട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ. അല്ല നമ്മളത് പീരിയഡ്സ് നിൽക്കുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 6 മാസം അല്ലെ 1 വർഷം കഴിഞ്ഞിട്ട് പീരിയഡ്സ് വീണ്ടും വന്നതായിരിക്കാം എന്ന് വിചാരിച്ചും ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഒരു സിഗ്നിഫിക്കൻറ്റ് സിംറ്റമായിട്ട് തന്നെ കരുതണം. അതായത് ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ്. ബിക്കോസ് ഇത് എൻഡോമെട്രിയൽ ക്യാൻസർ നമുക്ക് ഈസിലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഏർലി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സർജറി എന്ന് പറഞ്ഞാൽ യൂട്രസ്, ഓവറി, ആവശ്യമുണ്ടെങ്കിൽ ചില ലിംഫ് നോഡ്സ്, കുറച്ച് കൊഴുപ്പ്, ഈ കാര്യങ്ങൾ മാറ്റുന്ന രീതിയിലുള്ള സർജറി വഴി മാത്രം ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഏർലിയായി കണ്ടുപിടിക്കാൻ. പിന്നെ നമുക്ക് അഥവാ കുറച്ച് അഡ്വാൻസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ റേഡിയേഷൻ കൂടെ വേണ്ടി വന്നേക്കാം. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കീമോ നമുക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ ക്യൂറബിളായി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ഈ ഗർഭാശയ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ. ഇനി ആ എൻഡോമെട്രിയൽ ക്യാൻസറിന് പോലും വേണം നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായിട്ട് വരുന്നതാണ്. ഇപ്പോഴും പല പേടി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ സ്റ്റേജ് 4 എൻഡോമെട്രിയൽ ക്യാൻസറിനാണെങ്കിൽ പോലും നമുക്കിപ്പം ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലാതെ തന്നെ കീമോതെറാപ്പി ഉണ്ട്. ഈ പല പല രീതിയിലും നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഓഫ് കോഴ്സ് ക്യൂർ ചിലപ്പം എപ്പോഴും പോസിബിൾ ആവണം എന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത്, അപ്പം നമ്മളിപ്പോൾ ഓങ്കോളജിയിൽ പറയുന്നത് എല്ലാം പ്രിസിഷൻ മെഡിസിൻ. എല്ലാവർക്കും ഒരേ സൈസ് അല്ല, വൺ സൈസ് ഡസൻ ഫിറ്റ് ഓൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതാണ് ഇപ്പം ഏകദേശം എല്ലാ ക്യാൻസറിനും ഈ ഒരു രീതിയിലുള്ള ചികിത്സയാണ് ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും പോസിറ്റീവ് ആവുന്നതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ US, UK ഒന്നുമല്ല, വിദേശ രാജ്യങ്ങളൊന്നും നമുക്ക് ഇവിടെ തന്നെ എല്ലാ ഡ്രഗ്സും അവൈലബിൾ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്.